പോവല്ലോ. ചൂട് വാർത്തയൊന്നും വേറെ ഇല്ല. ഇന്ന് ഉള്ള വാർത്തയുടെ തുടങ്ങാം. ഇതോടെ വെച്ചോക്കെ അത് വീഴല്ലേ. തുടങ്ങാം. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് തീരുമാനമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അത് വെറൊരു റിപ്പോർട്ടെന്ന നിലയിൽ മാത്രമല്ല, അതിനകത്ത് പിന്നെ റിപ്പോർട്ടിനേക്കാളും അപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. വേണ്ട, പേപ്പറുണ്ട്. റിപ്പോർട്ടിനേക്കാളും അപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റ് നൽകാൻ ഇനി ബാക്കി ഉണ്ടായിരുന്ന കുടിശ്ശിക ഗഡുക്കൾ മുഴുവൻ DAയുടെ ഇന്ന് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ബഡ്ജറ്റ് ഞാൻ പറഞ്ഞതാണ്. ബഡ്ജറ്റിൽ പറഞ്ഞത് സർക്കാരിന് കുറച്ച് DA കുടിശ്ശികകൾ കൊടുക്കാനുണ്ട്. ആ DA കുടിശ്ശികകൾ കൊടുക്കാനുള്ളത് മുഴുവനും നൽകും. അതിനകത്ത് ഒരു ഗഡു ഈ മാസത്തെ ശമ്പളത്തോടൊപ്പം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയിലെ ശമ്പളം എന്ന് പറഞ്ഞാൽ അത് മാർച്ച് 1 കിട്ടുന്ന ശമ്പളത്തോടൊപ്പമാണ് വരിക. അത് കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള ആകെ കുടിശ്ശിക പിന്നെ നിൽക്കുന്നത് വ്യത്യസ്ത മേഖലയിൽ ചെറിയ വ്യത്യാസമുണ്ട്, കുറവുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ആകെ 10% കുടിശ്ശികയാണ് പിന്നെ ആകെ നിൽക്കുന്നത്. ഇത് UGC IACD തുടങ്ങി സെൻട്രൽ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിലെ പേയ്മെന്റ് ഉള്ളവർക്ക് ചെറിയ വ്യത്യാസം വരും, അല്പം കുറവ് വരും. ഒരു ഗഡു മാർച്ച് 1 ഒരു ഗഡു കിട്ടും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവനും 10%-ഓളമാണ്. 10%. ആ 10% അതിന്റെ ഓർഡർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളത് നോക്കി, വിശദമായി നോക്കി. അത് പിന്നെ അതിന്റെ ഓർഡർ പിന്നെ ഇറങ്ങി, സൈൻ ചെയ്തു. ഇന്നലെ തന്നെ അതിന്റെ തീരുമാനം വന്നു. അതിന്റെ തുകയും എല്ലാം സഹിതം വന്നിട്ടുണ്ട്. എന്തായാലും അത് 10%. അത് ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം കൊടുക്കുമെന്ന് ബഡ്ജറ്റിൽ പറഞ്ഞു. ആ ബഡ്ജറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രമുഖമായ പത്രങ്ങൾ തന്നെ ഒരു സംശയം എഴുതിയിരുന്നു, ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ പറ്റുമോ? കാരണം ശമ്പള കമ്മീഷന്റെ മുൻപുള്ള ഡേറ്റ് വെച്ച് തുടങ്ങുമ്പോൾ അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? ഞാനത് വളരെ വിശദമായിട്ട് ആലോചിച്ചു, ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചിരുന്നു. ശമ്പള കമ്മീഷനെ പ്രഖ്യാപിക്കുന്നതും ഇത് കൊടുക്കുന്നതായിട്ടുള്ള പ്രശ്നത്തിൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം കാൽക്കുലേഷൻ ആണല്ലോ ഇതെല്ലാം. കൊടുക്കുന്ന എപ്പോഴാണോ അതിന്റെ കാൽക്കുലേഷന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മുൻപൊരു ഡേറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ കാൽക്കുലേഷനകത്ത് കറക്റ്റ് എടുക്കാൻ പറ്റും. ഇപ്പോ ഫലത്തിൽ 10% എന്ന് പറയുമ്പോൾ ഒരു 10,000-3,000-5,000 രൂപ തൊട്ട് 10,000-20,000 രൂപ വരെ ഒരു മാസം ശമ്പളം അധികം കിട്ടും ഒരു മാസം. എന്ന് പറഞ്ഞാൽ ഒരു ശമ്പള കമ്മീഷന്റെ ശമ്പളം വരുന്നതിനകത്ത് കുറച്ചൊരു പാർട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജീവനക്കാർക്കും കിട്ടുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം വന്നു. ഈ പത്രങ്ങളൊക്കെ എഴുതിയ ഒരു ആശങ്ക കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഒരു ഗഡു മാത്രം കൊടുത്തിട്ട് ബാക്കി കൊടുക്കാതിരിക്കാനല്ലേ ഈ ശമ്പള കമ്മീഷൻ ഇതോടെ പറഞ്ഞല്ല, കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. പറയാൻ പറ്റുന്ന കാര്യങ്ങളെ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഞങ്ങൾ പറയാറുള്ളൂ എന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും എന്നും ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ബഡ്ജറ്റിൽ പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. അതിന്റെ ഓർഡർ ഇറങ്ങി. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി ഇനി അതിന്റെ ഓർഡറുകൾ ഇറങ്ങാനുണ്ട്. അതിന്റെ ഓർഡറുകൾ വരും. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പത്രസമ്മേളനം വിളിച്ചു, പത്രക്കുറിപ്പ് വന്നെങ്കിലും പത്രസമ്മേളനം വിളിച്ച് തന്നെ പറയണമെന്ന് വെച്ചത്, ബഡ്ജറ്റ് ഞങ്ങൾ പറഞ്ഞു. ബഡ്ജറ്റ് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ പ്രതിപക്ഷം തിരിഞ്ഞു നോക്കിയില്ല. വാസ്തവത്തിൽ ഒരു ഭരണപക്ഷത്തെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ബഡ്ജറ്റ് സെഷൻ. എല്ലാ സെഷനുകളും പ്രധാനമാണ്. ജനങ്ങൾ നമ്മളെ തെരഞ്ഞെടുത്ത് അയച്ചേക്കുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൂടി പറയാനുള്ള വേദിയാണല്ലോ അസംബ്ലി. അനുകൂലം അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമല്ല. പക്ഷെ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബഡ്ജറ്റിനകത്ത് വിവിധ വശങ്ങൾ സംബന്ധിച്ച് വലിയൊരു പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ നിന്നുപോയി എന്ന് വിചാരിച്ച തൊഴിലുറപ്പ് തൊഴിലിനെ സംരക്ഷിക്കാൻ 1000 കോടി രൂപ നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റ് വെച്ചു. ഇതുവരെ ഒരൊറ്റ ബഡ്ജറ്റിലും അത്രയും ഒരു തുക തൊഴിലുറപ്പിന് വെക്കേണ്ട കാര്യമില്ല. കാരണം 100% സെൻട്രൽ ഗവൺമെന്റ് പദ്ധതിയാണ്. പക്ഷെ
കേന്ദ്ര ഗവൺമെന്റ് അവരുടെ സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് അവർ പോകുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ നയങ്ങൾ കാരണം അവരെല്ലാം വെട്ടിക്കുറയ്ക്കുന്നത്. നമ്മൾ അവിടെ 1000 കോടി രൂപ വെച്ചു. ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മുടെ ഇതുവരെയുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ പലയിടത്തും ഇപ്പൊ ഗിഗ് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ, ആശ, അംഗൻവാടിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതിനൊക്കെ നമ്മൾ വീണ്ടും അവർ തന്നെ ആവശ്യപ്പെട്ട പ്രതീക്ഷ ഇല്ലാത്ത തരത്തിലേക്ക് നമ്മൾ അവരുടെ എല്ലാം കാര്യം പരിഗണിച്ചു. ഈ കാര്യങ്ങളെല്ലാം ശമ്പള കമ്മീഷന്റെ ഭാഗവും DAയുടെ കാര്യവും പറഞ്ഞു. പ്രതിപക്ഷം അവിടെ സംസാരിച്ചതേ ഇല്ല. മാന്യമായിട്ട് സാധാരണ ചർച്ച ചെയ്ത് അവർക്ക് എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അസംബ്ലിയിലല്ലേ പറയണ്ടേ. അതിനു പകരം ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന്റെ അന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് പുറത്ത് പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു ധവളപത്രം ഇറക്കണം, ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ധവളപത്രം ഇറക്കേണ്ട കാര്യമില്ല. ധവളപത്രം എന്ന് പറഞ്ഞാൽ ആധികാരികമായി ഇത്തരം ഒരു വേദി ഇല്ലാത്തവർക്ക് ഒരു പേപ്പർ ഇറക്കിയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതല്ലേ. The entire session is for discussing the budget and financial matters. ആ ബഡ്ജറ്റ് സെഷനകത്ത് പങ്കെടുക്കേണ്ട ആളുകൾ പങ്കെടുക്കാതെ ഒളിച്ചോടേണ്ട കാര്യമില്ല. അവിടെ എല്ലാ കണക്കുണ്ട്. 10ഓ 70ഓ കണക്ക് ബുക്കുകളാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു പ്രസംഗമല്ല. പ്രസംഗം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ബഡ്ജറ്റ് പ്രസംഗവും ബഡ്ജറ്റിന്റെ ഗ്ലാൻസും ബഡ്ജറ്റിന്റെ ഡീറ്റെയിൽസും കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാനുള്ള അത്രയും, അല്ലെങ്കിൽ ഒരു കാറിന്റെ ഡിക്കിയിൽ കൊണ്ടുപോകാനുള്ള അത്രയും പേപ്പറുണ്ട് ഈ എല്ലാ കണക്കുകളും. ഈ കണക്കെല്ലാം സഹിതമാണ് ബഡ്ജറ്റ് വെക്കുന്നത്. ആ ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യാൻ അവർ തയ്യാറായില്ല. ഇപ്പോ എല്ലാ ദിവസവും അപവാദകരമായ, കേരളത്തെ അവമാനിക്കുന്ന തരത്തിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന കേരളത്തിന്റെ ഖജനാവ് പൂട്ടിക്കിടക്കുകയാണ്, നമ്മൾ വന്നാൽ ഖജനാവ് നിറയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഖജനാവ് പൂട്ടിക്കിടക്കുകയാണ്, കടം കയറിയിരിക്കുകയാണ്, ഇവിടെ പൂച്ചപ്പെറ്റ് കിടക്കുകയാണ്, DA കൊടുക്കില്ല, ശമ്പളം കൊടുക്കില്ല. ഇത് ഞാൻ മന്ത്രിയായി വന്ന സമയം തൊട്ട് ഞാൻ കേൾക്കുന്നത്, അതിനു മുമ്പുള്ളവരും കേട്ടിട്ടുണ്ട്. ഞാൻ വന്ന സമയം തൊട്ട് കേൾക്കുന്നത് അടുത്ത മാസം ശമ്പളം ഇല്ലാതാവും, അതിനടുത്ത മാസം ശമ്പളം ഇല്ലാതാവും, DA കൊടുക്കില്ല, ശമ്പളം കൊടുക്കില്ല, പെൻഷൻ കൊടുക്കില്ല, വെറുതെ പറയുന്നതാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന ദിവസം തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, ശമ്പള കമ്മീഷന്റെ തീരുമാനം മാത്രം അവർ പറഞ്ഞു, ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ വരുവാണെങ്കിൽ 15% വരെ കുറയ്ക്കുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശമ്പള പരിഷ്കരണം കൊണ്ടുവന്നതെന്ന് പറഞ്ഞ ആളുകളുണ്ട് അന്ന് UDFന്റെ. പക്ഷെ ഞങ്ങളത് കൃത്യമായി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതാ ഇപ്പൊ ആകെ 60 മാസത്തിൽ 58 മാസമായി എല്ലാ തരം എതിർപ്പും തർക്കങ്ങളും കേന്ദ്രത്തിൽ നിന്ന് വന്നു. ഞങ്ങൾക്ക് ഒരു വർഷം ശരാശരി 50,000 കോടി രൂപ വെട്ടിക്കുറച്ചു. എന്നിട്ടും ഞങ്ങൾ മുന്നോട്ട് പോയി. ഏറ്റവും അവസാനത്തെ 3 മാസത്തേക്കുള്ള 12,000 കോടി കിട്ടുന്നതിൽ 6,000 കോടി വെട്ടിക്കുറച്ചു. എന്നിട്ടും നമ്മൾ ഇതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിനെ അംഗീകരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആളുകളുടെ മനസ്സിൽ ഇതിനാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി നേരത്തെ ഉള്ളതിനേക്കാളും മെച്ചപ്പെട്ടു എന്നുള്ളത് ഞാൻ പറയുന്നതല്ല. CNDG റിപ്പോർട്ടുണ്ട്, റിസർവ് ബാങ്കിന്റെ കണക്കുണ്ട്. ഈ ഡിക്കേഡൽ അനാലിസിസ് എന്ന് പറയുന്ന CNDG റിപ്പോർട്ട് 10 വർഷക്കാലത്തെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുന്ന റിപ്പോർട്ട്. ഏറ്റവും ഒടുവിൽ 16ാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങളെ വിലയിരുത്തിയ റിപ്പോർട്ടിന്റെ ഭാഗത്തും കേരളം ഇംപ്രൂവ് ചെയ്തു. റിസർവ് ബാങ്ക് പറയുന്നു കേരളം ഇംപ്രൂവ് ചെയ്തു. CNDG പറയുന്നു. എന്ന് മാത്രമല്ല, കോവിഡ് സമയത്ത് 38-39% കേരളത്തിന്റെ ആകെ കടം. ആകെയുള്ള GSDP കേരളത്തിന്റെ ആഭ്യന്തര വരുമാനത്തിന്റെ 39% വരെ കടമുണ്ടായിരുന്നു കോവിഡ് സമയത്ത്. അത് കുറഞ്ഞ് 34%. ഇന്ത്യയിലെ കേരളത്തെക്കാളും അധികം കടമുള്ള 19 സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് CNDGയുടെ കണക്കിലുണ്ട്. നമ്മുടെ ആളോഹരി വരുമാനം ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾക്കകത്താണ്. നമ്മുടെ ആകെ GSDP ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങൾ, ഏറ്റവും കൂടുതൽ വരുമാനമുള്ള 10 സംസ്ഥാനങ്ങൾക്കകത്താണ്. ഇന്ത്യയുടെ ജനസംഖ്യ നോക്കുമ്പോൾ കേരളത്തിന്റെ ജനസംഖ്യ വളരെ താഴെയാണെന്ന് കണക്കാക്കണം, മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് വസ്തുതായിരിക്കുമ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മോശപ്പെടുത്താൻ പറയുന്ന ഒരു കാര്യമായിട്ടല്ല, കേരളത്തെ അവമാനിക്കാനായിട്ട് നിരന്തരം പറയാം. കേരളത്തിൽ വരുന്ന ആൾക്കും കോൺഫിഡൻസ് കൊടുക്കാതിരിക്കാൻ, കേരളത്തിന്റെ സാമ്പത്തിക നിലയ്ക്ക് വളരെ മോശമാണെന്നൊരു അവസ്ഥ വരുന്ന തരത്തിലേക്ക് പറയുന്ന തെറ്റായ കാര്യം നിർത്തണം. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനല്ല എന്ന് പറഞ്ഞല്ലോ ഇവർ. 1 മാസത്തെ മാത്രമേ കൊടുക്കൂ, DA കൊടുക്കില്ല. DA കൊടുക്കാനായിട്ട് പ്രഖ്യാപിച്ചെന്ന് മാത്രമല്ല, കൃത്യമായി ആ DA കൊടുക്കാൻ പറ്റുന്ന സമ്പത്ത് ബഡ്ജറ്റിനകത്ത് മാറ്റിവെച്ചിട്ടാണ് പറയുന്നത്. ഇതൊരു വെറും പ്രസംഗം നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ കണക്കുകളും ബഡ്ജറ്റും. അതിന് ബഡ്ജറ്റിന്റെ ഡോക്യുമെന്റ് നോക്കിയാൽ അറിയാം, കൃത്യമായ പണം അതിലൂടെ കണ്ടിട്ടാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ കട്ടിങ് ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ പോലും അതുകൂടെ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഞങ്ങളത് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളുടെ അടുത്ത് പറയേണ്ടതാണ്. കാരണം നിങ്ങൾ തന്നെ ആശങ്ക, എന്നോട് പലരും ചോദിച്ചു ഇത് കൊടുക്കാൻ പറ്റുമോ, ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ കൊടുക്കുമെന്ന് പറഞ്ഞാൽ 13% കൊടുക്കുമോ? അതെല്ലാം കൊടുക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചു, അത് കൊടുക്കുകയും ചെയ്യും. അതാണ് ഒരു കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടും കേരളം ആകെ അങ്ങ് തമോഗർത്തത്തിലേക്ക് പോവാണ്. തകരുന്നു എന്ന് പറയുന്ന നല്ല സ്ഥിതി. കേരളം ഇനിയുള്ള ഘട്ടത്തിൽ ഇതിനേക്കാളും മെച്ചപ്പെടുമെന്നാണ് എൻ്റെ ഒരു 5 വർഷത്തെ
ധനകാര്യമന്ത്രി എന്നതിലുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കേരളത്തിലെ ഖജനാവിൽ പൂച്ചവെറ്റ് കിടക്കുകയാണെന്നുള്ള കള്ളത്തരം പറയുന്നു, അല്ലെങ്കിൽ നുണ പറയുന്നു, ഇല്ലാത്ത പൊളിവചനം പറയുന്നു, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ കേരളത്തിലെ ഖജനാവില് പെറ്റുകിടക്കാനായിട്ട് വി ഡി സതീശൻ അയച്ചേക്കുന്ന പൂച്ചകൾ വളരെ ഭാഗ്യം ചെന്നവരാണ്. കാരണം 2 ലക്ഷം കോടിയുടെ ബിസിനസ് നടത്തുന്നൊരു ട്രഷറിക്കകത്ത് ഖജനാവിനകത്ത് കടക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലല്ലോ. അത് നല്ല ഭാഗ്യമുള്ള കാര്യമാണ്. 2 ലക്ഷം കോടി രൂപയുടെയാണ് ഈ വർഷത്തെ നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് സൈസ് ആവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കണക്കുകൾ കംപ്ലീറ്റ് വരുന്നേ ഉള്ളൂ. അടുത്ത വർഷം അതൊരു 2,30,000 കോടി മേളിൽ വരുമെന്നാണ് നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്, കണക്കുകൾ വെച്ചിട്ട്. അപ്പൊ ആ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. ഇത് പറഞ്ഞ കണക്കുകളൊക്കെ കൃത്യമായിട്ടുണ്ട്. ഞാൻ തുടങ്ങുന്ന വർഷം ഒന്നാം വർഷത്തെ ധനകാര്യമന്ത്രി എന്ന് തുടങ്ങുന്ന വർഷം തൊട്ട് മുമ്പത്തെ വർഷത്തിനേക്കാൾ 32,000 കോടി അധിക ചെലവ് വന്നു. കാരണം ശമ്പള പരിഷ്കരണം എല്ലാം വന്നു. അതിന് മുമ്പത്തെ വർഷം 1,32,000 കോടി എന്നാണ് 1,62,000 ആയത്. ശരാശരി ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാർ 5 വർഷക്കാലം ചെലവാക്കിയത് 1,15,000 കോടിയാണ്. ഞങ്ങളിപ്പോൾ 1,72,000 കോടി മേലാണ് 1,75,000 കോടിയിലേക്ക് എത്തും. അത്രയും ചെലവാക്കിയത് ഏറ്റവും കടുംവെട്ട് നമുക്ക് നേരെ നടക്കുമ്പോഴാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് കേരളത്തിലെ ജനങ്ങളെ വിശ്വസിച്ച് ജനങ്ങളെ കൊണ്ടാണ് ചെയ്യുന്നത്. ഓരോ വീട്ടിലും സാധാരണക്കാരന്റെ 62 ലക്ഷം കുടുംബങ്ങളിൽ 2,000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞതിനുള്ള എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. 1,000 രൂപ വെച്ച് സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ 1,000 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ ഏകദേശം 11 ലക്ഷം പേരുടെ അക്കൗണ്ടിലേക്ക് വന്നു. ആളുകൾ ഇപ്പോഴും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കണക്ട് വർക്ക് എന്ന് പറയുന്ന പദ്ധതി, ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി തയ്യാറാവാനുള്ള പദ്ധതി 1,000 രൂപ വെച്ച് ഒരു മാസം, അതും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അദ്ദേഹത്തിന് പറയാം, പക്ഷെ ഇല്ലാത്ത കാര്യം പറയരുത്. ഇവിടെ മൊത്തം പൊളിഞ്ഞടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതൊരു തെറ്റായ പ്രവർത്തനമാണ്. നിരന്തരമായി ഇങ്ങനെ ഗീബൽസ്യൻ തന്ത്രം പോലെ ഇല്ലാത്ത കാര്യം ആവർത്തിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ അത് വിശ്വസിക്കും. നാളെ ഈ നാട്ടിലേക്ക് വരുന്ന ആളുകളെ പോലും തടയാനാണ്. നാട്ടില് നല്ല കോൺഫിഡൻസോടുകൂടി ഇത്രയും ബഡ്ജറ്റും ഇത്രയും കാര്യം ചെയ്ത് ചെലവാക്കുന്ന ഒരു സ്ഥലത്ത് അത് പറയുന്നില്ല എന്നുള്ള, അത് സത്യം അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇത് പറഞ്ഞത്. ഇതും വാസ്തവത്തിൽ ഇതോടൊപ്പം രാഷ്ട്രീയ പ്രശ്നമായിട്ടൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം ഡയറക്റ്റ് അല്ലെന്ന് തോന്നുമെങ്കിലും അതും ഈ തെറ്റായ പ്രചരണത്തിന്റെ കപട പ്രചരണത്തിന്റെ ഉദാഹരണമാണ്. അതിപ്പോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുന്നതിന്റെ ടീസർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നാം ഭാഗം വന്നു, കേരളത്തെ അങ്ങേ അകറ്റം അവമാനിക്കുന്നതാണ്. രണ്ടാം ഭാഗത്തിന്റെ ടീസർ വന്ന് കണ്ടത് ഞാനും കണ്ടു. എന്റെ പൂർണ്ണമായതാണോ ഞാൻ കണ്ടത് എനിക്കറിയില്ല. പിന്നെ സൈറ്റിൽ വന്നത് ഇങ്ങനെ അയച്ചു വരുന്നത് കണ്ടതാണ്. ഒരു പെൺകുട്ടിയെ 2-3 പേര് നിർബന്ധിച്ച് ബീഫ് വായിലേക്ക് എന്നെ കഴിക്കാനായിട്ട് തള്ളിക്കയറ്റുന്നു. ആ കുട്ടി കിടന്ന് കരയാൻ എനിക്ക് വേണ്ട, എന്നിട്ട് ഇങ്ങനെ ബീഫ് കഴിപ്പിക്കുന്നു. രണ്ടാമത് ശരീരം വിൽക്കാൻ നിർബന്ധിക്കുന്ന ഇവരെ ഒരു വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിടുന്ന, ശരീരം വിൽക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മ, അങ്ങനെയൊക്കെയുള്ളൊരു രംഗം കൂടെ അതിൽ കണ്ടതാണ്. ഞാൻ കണ്ടത് പറയുന്നതാണ്. ഞാൻ സിനിമ ഇറങ്ങിയിട്ടില്ല, ടീച്ചറായിട്ട് കണ്ടതാണ്. എന്നിട്ട് പറയുന്നു വേറൊരു രംഗം വന്നിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷൻ, ഈ നാട്ടിലെ ഫ്യൂച്ചർ സ്ത്രീകൾ, പെൺകുട്ടികൾ, അവരുടെ ഫ്യൂച്ചർ ജനറേഷൻ ഇങ്ങനെ ആകും എന്നുള്ളൊരു ആശങ്ക പറയുകയാണ്. അങ്ങനെ ഒരു സാധനമാണത്. അങ്ങേയറ്റം തെറ്റാണ്. ഇക്കാര്യത്തിനകത്ത് കേരളത്തിലെ ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. കേരളത്തിനകത്ത് ഈ സംഭവങ്ങളെ പറ്റിയൊക്കെ പറയുന്ന, അങ്ങേയറ്റം വർഗീയത പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട്. രാഷ്ട്രീയ കക്ഷികൾ എന്ന് അവർ പറയാൻ പറ്റില്ല, ഫുൾ ഫ്ലഡ്ജായിട്ട് അവർ രാഷ്ട്രീയ കക്ഷി എന്ന് പറയാൻ പറ്റുന്നവരല്ല. കാരണം വർഗീയത രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയത്തെ പറ്റിയുള്ള സങ്കല്പം. എങ്കിലും ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു മതമല്ല പ്രശ്നം, വിശക്കുന്ന വയറിന്റെ, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന് പറഞ്ഞത് മതവിശ്വാസവും ആളുകളുടെ വിശ്വാസത്തെ ഒന്നും ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യവും ഈ നാട്ടിൽ ആരും നടത്താറില്ല. മതനിരപേക്ഷമാണ്, എല്ലാവർക്കും അവരുടെ അവകാശങ്ങളുണ്ട്. പക്ഷേ പരസ്പരം ഇല്ലാതാക്കുന്നതല്ല മതവിശ്വാസം. വർഗീയത എന്ന് പറയുന്നതാണ് പരസ്പരം ഇല്ലാതാക്കുന്നത്. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മതത്തെ, അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പറയുന്ന ആളുകൾ ഉൾപ്പെടെ ഈ ഇത്തരം ഒരു കാര്യം വരുമ്പോൾ അതിനെപ്പറ്റി എന്താ വിലയിരുത്തുന്നത്? കോൺഗ്രസ് ചെറിയ പാസിംഗ് റിമാർക്കൊക്കെ നടത്തിയെന്നല്ലാതെ കാര്യമില്ല. കേരളത്തെ അവമാനിക്കുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശം. കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിന്റെ എല്ലാ യാഡ്സ്റ്റിക്ക് നോക്കുമ്പോഴും ഇവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം, വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുവായ അന്തരീക്ഷം, സമാധാനപരമായ ഒരു ജീവിതത്തിന്റെ അന്തരീക്ഷം, മതനിരപേക്ഷത മാത്രമല്ല, എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന സ്ഥലം നമ്പർ 1 ആണ് പല കാര്യങ്ങളിലും.
അങ്ങനൊരു സ്റ്റേറ്റ് ഇങ്ങനെ നല്ലതായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ചർച്ച വരും മറ്റ് സംസ്ഥാനങ്ങളിൽ. അതിനെപ്പറ്റി ചർച്ച വരുമ്പോൾ കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഈ ചർച്ച വരും. അപ്പൊ BJPക്ക് RSSന് ഇങ്ങനൊരു ചർച്ച വരുമ്പോൾ ഇത്രയും നന്നായി നടത്തുന്നല്ലോ, നിങ്ങളൊക്കെ ഇന്ത്യയിൽ ശരാശരി ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട ടാക്സ് 100 രൂപ സംസ്ഥാനത്തിന്റെ വരുമാനം ഉള്ളപ്പോൾ 53 രൂപ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള നികുതി വിഹിതമായിട്ട് കിട്ടേണ്ടപ്പോൾ കേരളത്തിന് 26 രൂപയെ കിട്ടുന്നുള്ളൂ എന്നുൾപ്പെടെ ചർച്ച നടക്കുമ്പോഴാണ് കേരളത്തിൽ ജീവിതം ഇത്രയും മെച്ചപ്പെട്ടു പോകുന്നു എന്നുള്ള വാർത്ത. അപ്പൊ കേരളത്തിലെ ജീവിത നിലവാരവും സാഹചര്യങ്ങളും സാമൂഹ്യ ജീവിതവും നല്ലതാണ് എന്നുള്ള ചർച്ചയെ തമസ്കരിക്കാൻ കേരളത്തിനകത്ത് ഇങ്ങനെയുള്ള വളരെ മോശമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള അഭിപ്രായം വരിക. ഇത് നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവരെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിശക്തമായ പ്രതിഷേധമാണ്. കേരളത്തിനെ ഒരു ബ്രാൻഡ് എന്ന നിലയിൽ മോശപ്പെടുത്തുകയാണ്. ഇത് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ഹാൻഡിലുകളിൽ കൂടി ചിത്രീകരിക്കുകയാണ്. കേരളത്തിൽ നിന്നൊരു ആളെ കാണുമ്പോൾ ഇവര് വളരെ മോശമായി ഇങ്ങനെയുള്ളവരാണ് എന്ന് ചിത്രീകരിക്കുന്ന സ്ഥിതിയാണ്. പണ്ട് കോവിഡ് പ്രളയം വന്നപ്പോൾ ബീഫ് കഴിക്കുന്നവരാണ് കേരളീയർ എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ വന്നതാണ് ദൈവഭാവ എന്ന് പറഞ്ഞ അങ്ങനത്തെ പ്രചരണം നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. ഇതുപോലുള്ള കാര്യത്തിനകത്ത് ഈ വർഗീയത പറയുന്ന ആളുകളുടെ അഭിപ്രായം എന്താ? RSS മാത്രമല്ല, നേരത്തെ തീവ്ര വർഗീയത പറയുന്ന ഹിന്ദു ശക്തികളുണ്ട്, മറ്റ് വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സംഘടനകളിൽപ്പെട്ട ചില അപൂർവ സംഘടനകളിൽപ്പെട്ട മറ്റ് സംഘടനകളിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. അപ്പൊ അവരെല്ലാം ഇത്തരം കാര്യങ്ങൾക്ക് നടക്കുന്ന പ്രചരണത്തെ പറ്റി മനസ്സിലാക്കുകയും ഈ നിലപാടുകൾ മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് പറയാൻ തയ്യാറാവുകയും വേണം. അവരൊരു വശം. മറുവശം കോൺഗ്രസ് ഇതിനെപ്പറ്റി എന്താ നിലപാടാണ്? കോൺഗ്രസ് അതിശക്തമായിട്ടൊന്നും പറയുന്നത് ഞാൻ കാണുന്നില്ല. അവരുടെ പ്രധാന അജണ്ട കേന്ദ്ര ബജറ്റ് അല്ല, അവരുടെ പ്രധാന അജണ്ട തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയതല്ല, അവരുടെ പ്രധാന അജണ്ട കേരളത്തിലെങ്കിലും വിദേശത്തു നിന്ന് പാല് 30 രൂപയ്ക്ക് ഇറക്കുമതി ചെയ്യാൻ പോകുന്ന അമേരിക്കയുടെ തീരുമാനമല്ല, മോഡിയുടെ തീരുമാനമല്ല. 30 രൂപയ്ക്ക് പാല്, 1 ലിറ്റർ പാല് കേരളത്തിൽ ഇറക്കുമതി ചെയ്താൽ കേരളത്തിലെ 10 ലക്ഷം കൃഷിക്കാരുടെ കച്ചവടം പൂട്ടും. 10 ലക്ഷം കൃഷിക്കാരുടെ പശുവിനെ അവര് വണ്ടി ഓടിക്കുന്ന ഡീസലിന് വരെ കൂട്ടിയ വണ്ടി മാറ്റി പാർക്ക് ചെയ്യാം. പശുവിനെ മാറ്റി പാർക്ക് ചെയ്യാൻ പറ്റുമോ? അതിന് തീറ്റ കൊടുക്കണ്ടേ? അതിന് വരുമാനം വേണ്ടേ? ചുരുക്കത്തിൽ പശുവിനെ ഉൾപ്പെടെ കന്നുകാലികൾക്ക് വിറ്റ് കടം കയറി കർഷകൻ ഗുരുതത്തിലേക്ക് പോകും. ഇതെല്ലാം വരുന്നു. കോൺഗ്രസ് പറയുന്നില്ല. ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയം കോൺഗ്രസ് പറയുന്നില്ല, കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റി പറയുന്നില്ല. നിരന്തരം പറഞ്ഞ് ഇങ്ങനെ തെറ്റായ വഴിയിലേക്ക് ആളുകളെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ തെറ്റായ പ്രചരണം BJP നടത്തുന്നത് പോലെ തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റിനെ പറ്റി, ധനകാര്യ വകുപ്പിനെ പറ്റി, മറ്റു വകുപ്പുകളെ പറ്റി VD സതീശന്റെ നേതൃത്വം നടത്തുന്ന പ്രചരണം. ഈ പ്രചരണ രീതി കൊണ്ട് കേരളത്തിന് ഗുണം ഉണ്ടാവില്ല എന്നുള്ളത് പറയാനാണ്. ഏതായാലും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിങ്ങളെപ്പോലെ എല്ലാവർക്കും കേരളത്തിലെ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ബന്ധമുള്ളവരാണല്ലോ, ഈ നല്ല തീരുമാനങ്ങൾ സർക്കാർ പറഞ്ഞൊരു കാര്യം നടപ്പിലാക്കി എന്നുള്ളൊരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് വിളിച്ചത്. കഴിഞ്ഞ ദിവസവും എല്ലാ വകുപ്പുകളും ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ആ കാര്യത്തിനകത്തൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ഡോക്ടറോ ഒരു ആശുപത്രിയിലെ സംവിധാനമോ ഉണ്ടായ ഒരു തെറ്റ് ഒരു വകുപ്പിന്റെ ആകെ തെറ്റും അതിന്റെ വകുപ്പിന്റെ ആകെ അഡ്മിനിസ്ട്രേഷൻ തെറ്റുമാണ് നമ്മൾ കാണുന്നത്. പത്രപ്രവർത്തനത്തിൽ തെറ്റായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, തെറ്റായ പ്രവണതയുള്ള ഒരു പത്രപ്രവർത്തനം ഉണ്ടെന്നിരിക്കട്ടെ. പത്രപ്രവർത്തനം മുഴുവൻ മോശമാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പത്രത്തിന്റെയോ പർട്ടിക്കുലർ ചാനലിന്റെയോ ഉടമസ്ഥനും അതിന്റെ മാനേജ്മെന്റും അതിന്റെ ചീഫ് എഡിറ്ററുമാണ് ഇത് പങ്കാളിയായെന്ന് ആരും പറയുമോ? തെറ്റാര് കാണിച്ചാലും അതിന്റെ പേര് ശക്തമായ നടപടി എടുക്കും എന്നുള്ളത് തന്നെയാണ് ഏത് ഗവൺമെന്റിന്റെയും നിലപാട്. അതാവണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തെറ്റ് കാണിക്കുന്ന ആരായാലും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കണം തന്നെയാണ്. അതിന് ന്യായമായി ഈ ആളുകൾക്ക് വന്നിട്ടുള്ള വിഷമം പരിഹരിക്കാനുള്ള സമീപനം എടുക്കുമെന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ താഴെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരാൾ കാണിച്ചാൽ അതിനെ സംബന്ധിച്ച് അതിന്റെ മൊത്തം ഉത്തരവാദിത്വമൊന്നും സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിന്റെ മേളിൽ വെക്കുന്നതല്ല ശരി. ഞാൻ നേരത്തെ അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, തെറ്റായ കാര്യങ്ങൾ പറയുന്ന ആളുകൾക്ക് നേരെ നിലപാടുണ്ടാവണം. അതാത് മാസങ്ങളിൽ കൊടുക്കണം എന്നുള്ളതാണ്. അതാത് സമയങ്ങളിൽ 6 മാസം ആ സമയത്ത് കൊടുക്കണമെന്നുള്ളതാണ്. ഇപ്പം സർവീസ് സേവനങ്ങൾ പ്രധാനമായി ഉന്നയിക്കുന്നത് ഒറ്റയടിക്ക് നമുക്ക് ഈ കുടിശ്ശിക നമുക്കുണ്ടായിരുന്നു 1, 2, 1. പക്ഷെ അതിൽ വലിയ കുടിശ്ശികയുണ്ടോ?
അതെന്ന് കൊടുത്തു എന്നുള്ളതാണ്. കുടിശ്ശികയുടെ കാര്യത്തിലും കൃത്യമായ തീരുമാനം എടുക്കുന്ന ഞാൻ ബഡ്ജറ്റിന്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. DA കുടിശ്ശികയുടെ കാര്യം പറഞ്ഞു, പെൻഷന്റെ കാര്യം പറഞ്ഞു, എല്ലാം പറഞ്ഞാണ്. ശമ്പള കമ്മീഷന്റെ കാര്യം പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന്റെ കൃത്യമായ ചിത്രം നിങ്ങൾ മുന്നിൽ വരും. അല്ല, അത് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് അതത് സമയത്ത് നോക്കിയിട്ടാണ്. ഇപ്പൊ നേരത്തെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ ആയാലും കേരളത്തിലെ കഴിഞ്ഞ 5-10 ശമ്പള പരിഷ്കരണത്തിന് നിങ്ങൾ നോക്കിയാലും ശമ്പള പരിഷ്കരണം വരുമ്പോൾ അതിന്റെ തുകകള് വലിയ തുകയായിരിക്കും പലപ്പോഴും വരിക. അത് പിന്നെ PF ലഭിക്കും, കുറച്ച് കൊടുക്കും, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒറ്റയടിക്കല്ല, നേരത്തെ ഉള്ളതല്ല. അപ്പൊ ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ, തൊട്ട് മുമ്പത്തെ വർഷത്തിനേക്കാളും 30,000-32,000 കോടിയാണ് ഞാൻ വന്ന ചുമതല ഏറ്റെടുത്ത വർഷം വന്നത്. അത് ഇത്രയും ഫിനാൻഷ്യൽ സ്ട്രിഞ്ചൻസി വന്നിട്ട് ഞങ്ങൾ അത് ലയിപ്പിക്കാനും കൊടുക്കാനുള്ളത് മൊത്തം കൊടുത്തു തീർക്കുന്ന സ്റ്റെപ്പ് എടുത്ത്. അപ്പൊ അതേപോലെ കൊടുക്കാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുകയും ബാക്കി ഘട്ടം ഘട്ടമായി കൊടുക്കുകയും ചെയ്യും. അതിനെന്തായാലും അവർക്ക് കിട്ടാനുള്ള കുടിശ്ശികയുടെ കാര്യത്തിലൊന്നും പറയാതെയും ചെയ്യാതെയും കൊടുക്കാതെയും പോകുന്ന പ്രശ്നമേ ഇല്ല. അടുത്ത വർഷം നേരത്തെ പറഞ്ഞാണ്. അതിന്റെ പേരിലും കുറച്ച് വാർത്തകളും കൺഫ്യൂഷനും ഒക്കെ നേരത്തെ തൊട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും കുറച്ച് വാർത്തകൾ വരുന്നുണ്ട്. അതിനകത്തൊന്നും ഒരു സംശയം വേണ്ട. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യും. പറയുന്ന കാര്യങ്ങൾ ചെയ്യും. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയത്തുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ. നിങ്ങൾ എത്രയോ പ്രാവശ്യം എന്നോട് ഓരോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറ്റാത്തൊരു കാര്യം അപ്പോൾ വാഗ്ദാനം പോലെ പറഞ്ഞിട്ടില്ല. ശരിക്കും വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളാണല്ലോ. പത്രക്കാരും സ്നേഹപൂർവ്വമായിട്ടല്ലല്ലോ, തലോടിയല്ലല്ലോ ചോദിക്കുന്നത്. എന്നിട്ട് അത് കൊടുക്കും. കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് കൊടുക്കും. ഈ ചോദിക്കുന്നതിന് വിഷമമൊന്നുമില്ല കേട്ടോ. ചോദിക്കുന്നു എന്നുള്ളതുകൊണ്ട് എന്തായാലും വിഷമമില്ല. അത് നിങ്ങളുടെ ജോലിയാണ്. ആ ജോലി നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉത്തരവാദിത്തമായിട്ട് ഈ ആൾക്ക് കൊടുക്കേണ്ട കാര്യം ചെയ്യും. പത്രപ്രവർത്തകരുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഞാൻ പറയുന്നു, ഞാൻ മന്ത്രി എന്ന നിലയിൽ ഈ ഗവൺമെന്റ് എടുത്തതിന്റെ അത്രയും കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. ബഡ്ജറ്റിൽ പറഞ്ഞേക്കുന്നത് കൂടാതെ, പ്ലാനിൽ പറഞ്ഞേക്കുന്നതിന്റെ കൂടാതെ അഡീഷണൽ പണം വെച്ചു. ഇനിയും കുറച്ചുകൂടി വെക്കണമെന്നുള്ള റിക്വസ്റ്റ് വരുന്നുണ്ട്. പരമാവധി അതും ചെയ്യണമെന്നാണ്. പക്ഷെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് പിന്നോട്ട് വലിക്കുന്ന തരത്തിലേക്ക് കിട്ടേണ്ട പണം തന്നെ വെട്ടിക്കുറയ്ക്കുന്ന പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും മാധ്യമങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിനെ കടന്നാക്രമിക്കുക ഇത്രയൊക്കെ ചെയ്തിട്ടും ഡോക്ടർമാരൊക്കെ സമരത്തിലാണ്. DA കൂട്ടെന്ന് പറയുമ്പോഴും ഡോക്ടർമാർ സമരത്തിലാണ്. കുറച്ച് ദിവസമായിട്ട് ഓപ്പിയൊന്നും ശരിയാവുന്നില്ല. രോഗികൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ അവരെയും കൂടി പരിഗണിക്കണം. ഡോക്ടർമാരുടെ കാര്യത്തില് ആരോഗ്യവകുപ്പ് ആ കാര്യങ്ങൾ പറയുന്നേ കരുതുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഡോക്ടർമാരുടെ സമരത്തിന്റെ കാര്യത്തിൽ 2 ഘട്ടത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. സാധാരണ ധനകാര്യ വകുപ്പ് ഇപ്പോൾ ഇടപെടേണ്ടതല്ല എങ്കിലും ധനകാര്യ വകുപ്പ് മന്ത്രിയും കൂടി ഇടപെടണം, അവരോട് സംസാരിക്കണം. പരിചയമുള്ള ഡോക്ടർമാരൊക്കെ ആണല്ലോ. അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങള്, അവരുടെ കുറെ ഡിമാൻഡുകളുണ്ട്. എല്ലാ ഡിമാൻഡും ഒറ്റയടിക്ക് പരിശോധിക്കാൻ പറ്റുന്നില്ല. ചിലത് സുപ്രീം കോടതി കിടക്കുന്ന കേസുകളുണ്ട്. ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് തരാത്ത DA മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് തരാത്ത പിന്നെ UGC പരിഷ്കരണം, അത് പിന്നെ ഒറ്റ സംസ്ഥാനത്തിനെ കൊടുത്തുള്ളൂ. ബാക്കി സംസ്ഥാനങ്ങളുടെ കേസാണ്. അത് അതേപോലെ കൊടുക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. കോടതി കിടക്കുകയാണ്. സർവീസ് മാറ്റേഴ്സ് ധാരാളം കേസ് കോടതി പോകും. അത് ഏതൊരെണ്ണം വന്നാലും കേസ് വരുമല്ലോ. അപ്പൊ അങ്ങനെ കോടതി കിടക്കുന്ന കേസുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം കൊടുക്കുന്ന കാര്യം സംസാരിച്ചു. ഇവർക്ക് ശമ്പള പരിഷ്കരണം വന്നപ്പം ഈ പുതിയതായിട്ട് കയറുന്നവരും പഴയ കയറുന്നവരും ഇവരൊക്കെ സാലറി ചില വ്യത്യാസമാണ്. അനോമലി, സാധാരണ അനോമലി കമ്മിറ്റി പരിശോധിക്കേണ്ടതാണ്. 3-4 ഇൻക്രിമെന്റിലടക്കം ഒറ്റയടിക്ക് ഹയർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. സാധാരണ എവിടെയും കൊടുക്കാറില്ല. ആരോഗ്യവകുപ്പാണ്, ഡോക്ടർമാരാണെന്നുള്ളത് കൊണ്ട് അതെല്ലാം കൊടുത്തു. അപ്പൊ ആദ്യം വേറൊരു കാര്യം പറഞ്ഞു, ഇത് പറഞ്ഞാൽ തീരും. അത് ഞാൻ രണ്ടാമത് ഈ കാര്യം പറഞ്ഞു, അത് പറഞ്ഞാൽ തീരും. അങ്ങനെ കൊടുത്തു. അത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാം തീർന്നു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വീണ്ടും അടുത്ത കാര്യം വെച്ച് സമരം നടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു കാര്യം ഡോക്ടർമാരും ചിന്തിക്കേണ്ടതാണ്. ഞാൻ അവര് സമരം ചെയ്യാതില്ലെന്നൊക്കെ ഉള്ളത് അവരുടെ അവകാശമാണ്. പക്ഷെ ജനത്തിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു സമരത്തിലേക്ക് അവർ പോകേണ്ടതല്ല. പ്രത്യേകിച്ചും അവർ പറഞ്ഞ കാര്യങ്ങൾ 2 ഘട്ടമായിട്ട് സംസാരിച്ച്, ഞാൻ തുകയുടെ വലിപ്പമൊന്നും പറയുന്നില്ല, എത്രയാണ് വർദ്ധിപ്പിച്ചെന്നൊക്കെ വേണമെങ്കിൽ പിന്നീട് വകുപ്പിന്ന് പറയും. ഓരോരുത്തർക്കും കിട്ടിയത് എത്രയാണ് വർധന എന്നൊക്കെ പറയും. അത്രയും ചെയ്തതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പിന്നെയും അത് തീർന്നിട്ട് വീണ്ടും സമരത്തിലേക്ക് പോകുമ്പോൾ അത് വളരെ നിഷ്കളങ്കമായ ഒരു സമരമാണോ ഇല്ലയോ എന്നൊക്കെ ജനങ്ങൾ ചിന്തിക്കും. കാരണം ഇത്രയും കൊടുത്താണ്. നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇത്രയും കാര്യം ചെയ്യുന്നൊരു സംസ്ഥാനമാണ്. അങ്ങനെ സമയത്ത് അങ്ങനെ ഒരു ജനങ്ങളുടെ ജീവൻ പന്താടിക്കൊണ്ട് സമരത്തിന് പോകാൻ പാടില്ലാത്തതാണെന്നാണ് എന്റെ അഭ്യർത്ഥന. 13% സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് 13% DA കൂടെ കിട്ടിക്കൊണ്ടാണ് ആൾക്കാരെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അതെ അതെ, ശരിയാണ്. ധനകാര്യമന്ത്രിക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടോ? 13% DA കിട്ടിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊടുക്കുന്ന 3%, മാർച്ചിലെ ആദ്യം കിട്ടുന്ന 3%, ഏപ്രിലിൽ കിട്ടുന്ന 10% കൂടി വരുന്ന 13%. അത് 13% എന്ന് പറഞ്ഞാൽ നല്ലൊരു തുകയാണ്. അത് കിട്ടത്തില്ല എന്ന് പ്രതീക്ഷിച്ച്
മനസ്സുകൊണ്ട് നമ്മളെ എതിർ വിചാരിച്ച് മനസ്താപപ്പെട്ട് ഒക്കെ ഇരുന്ന ആളുകളുടെ മനസ്സിലേക്ക് അങ്ങനല്ല ഇത് ചെയ്യും എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഏത് സമയത്തും പറഞ്ഞ ഒരു കാര്യം കൊടുക്കാൻ തുടങ്ങിയാൽ അതിൽ നിന്ന് പുറകോട്ട് പോകത്തുമില്ല. നിങ്ങൾക്കറിയാം, പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ച നടന്നതാണല്ലോ. അഷ്വേർഡ് പെൻഷൻ ആദ്യം പറഞ്ഞത് കേരള ഗവൺമെന്റ് ആണല്ലോ, കേരള ബഡ്ജറ്റാ. രാജസ്ഥാൻ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ. ഹിമാലയ പ്രഖ്യാപിച്ചു. നടന്നോ? നിങ്ങൾ അന്വേഷിച്ച് നോക്ക. നടന്നിട്ടില്ല. രാജസ്ഥാനൊക്കെ പറഞ്ഞിട്ട് നടന്നിട്ടില്ല. അല്ല, അതുകൊണ്ടല്ല. അത് പഴയ പെൻഷൻ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നേരത്തെ ഉള്ളതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ അഷ്വേർഡ് പെൻഷൻ കൃത്യമായ ഒരു പദ്ധതി പറഞ്ഞിട്ടാണ്. തമിഴ്നാട് ഏകദേശം അതേപോലെ സീരിയസ് ആയിട്ടൊരു കാര്യം തന്നെ ഇറക്കി. അവരും കുറച്ച് ആക്ച്വറിയൽ സ്റ്റഡിയൊക്കെ നടത്തണമല്ലോ. നമ്മളെ പറഞ്ഞേക്കുന്ന അഷ്വേർഡ് പെൻഷൻ, കഴിഞ്ഞ വർഷം പറഞ്ഞ അഷ്വേർഡ് പെൻഷനിലേക്ക് എത്തിക്കുന്ന ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകളുടെ കയ്യിലേക്ക് പണം ഒരുമിച്ച് കിട്ടുന്നത് വിഷമമുണ്ടോ? ഇല്ലല്ലോ. അത് പണം എപ്പോഴായാലും കിട്ടുന്നത് ഓരോ ഘട്ടം ഘട്ടമായിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വർഷം എത്ര കൊടുത്തെന്ന് അറിയണം. തെരഞ്ഞെടുപ്പ് പോലായിരുന്നില്ല ഈ വർഷം. ഈ വർഷം മാർച്ച് മാസം കൊടുക്കുന്ന തുക അടക്കം നോക്കിയാൽ 13% 2025-26 കൊടുക്കുന്നത്. ഈ ഏപ്രിൽ മാർച്ച് വരെ. സാധാരണഗതിയിൽ 2D 4%, 5% ചിലപ്പോൾ വരാറില്ല. നമ്മൾ പഴയ കുടിശ്ശിക നമുക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. നമ്മുടെ പണമെല്ലാം ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചിട്ട് ഇത് പ്രഖ്യാപിച്ചിട്ട് ശമ്പളം മുടങ്ങുന്ന അവസ്ഥയല്ല. ഘട്ടം ഘട്ടമായി കൊടുക്കും. ഏറ്റവും വലിയ ചെലവ് ശമ്പളം തന്നെയാണ്. ശമ്പളമാണ് നമ്മുടെ ആകെ എക്സ്പെൻഡിച്ചറിൽ ഏറ്റവും വലിയ ശമ്പളം പെൻഷൻ തന്നെയാണ്. അപ്പൊ അത് ഞങ്ങൾ 13% ഈ വർഷം കൊടുത്തു. അടുത്ത വർഷം ബാക്കിയുള്ളത് മൊത്തം കൊടുക്കുന്നു. വേണമെങ്കിൽ ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യം പറഞ്ഞ് കുറച്ചുകൂടെ നീട്ടാമല്ലോ. ചെയ്തില്ലല്ലോ. ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യം പറഞ്ഞൊരു 5%. സാധാരണ എന്നോട് UDF-ന്റെ പേഴ്സണലി സംസാരിക്കുമ്പോൾ UDF-ന്റെ ആളുകൾ തന്നെ പറഞ്ഞു, ഇത്രയും കൊടുക്കണ്ടായിരുന്നു. 5% കൊടുത്തിട്ട് ശമ്പള പരിഷ്കരണം പറഞ്ഞിട്ട് ബാക്കി കൊടുത്താൽ പോരായിരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ അതല്ല പറഞ്ഞത്. ഇത് ശമ്പളം എന്ന നിലയിൽ DA അവർക്ക് അതിന്റെ കൂടെ കിട്ടേണ്ടത് തന്നെയാണെന്നുള്ള തരത്തിലുള്ള സമയമാണ് ഞാൻ എടുത്തത്. കാരണം അത്ര തർക്കമില്ല. ഈ PSC നിയമനങ്ങൾ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വളരെ കുറവായിട്ടാണ് വരുന്നത്. അല്ല. ഞാൻ പറയാം, കേരളത്തില് ഇങ്ങനെ നിങ്ങൾ ചെയ്തു പോകാൻ പാടില്ല എന്ന് പറയുന്ന പല ആർഗ്യുമെന്റും ഉണ്ട്. 50,000-ഓളം പോസ്റ്റാണ് ഏകദേശം 2 ഗവൺമെന്റിന്റെ സമയത്ത് നൽകുന്നത്. 50,000-ഓളം പോസ്റ്റ്. ആ പോസ്റ്റ് ഇത്രയും നൽകി. ഇപ്പൊ തന്നെ ഇന്നലെയും മിനിഞ്ഞാന്നും ക്യാബിനറ്റിലൊക്കെ എത്ര ഫയലുകളാണ് പുതിയ പോസ്റ്റ് വരുന്നത്. LD ക്ലാർക്ക് ഓരോന്നും എടുക്കണ്ട. ഞാൻ പറഞ്ഞത് PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്നത് എന്തിനാ? 10,000 പോസ്റ്റ് കൊല്ലം ജില്ലയിലുണ്ട് വിവിധ വകുപ്പുകളിൽ. ഒരു 50-100 വകുപ്പിലായിട്ട് അധ്യാപകര്, ക്ലർക്ക്, മറ്റേ ഡോക്ടർമാരല്ല. ഈ 10,000 വേക്കൻസിയിലേക്ക് ആളെ എടുക്കുക എന്നുള്ളതാണ് സാധാരണ PSC ചെയ്യുന്നത്. PSC ലിസ്റ്റിനകത്ത് ഓരോ ലിസ്റ്റിലും ഇപ്പൊ KS ഇപ്പൊ വരുന്ന KS എത്ര പേരുടെയാണെന്ന് ഇരിക്കുന്നത്? അവർ 20 പേരാണെന്ന് ഇരിക്കട്ടെ, 30 പേരാ. ലിസ്റ്റിൽ 150 പേര് കാണും. 150 പേർക്ക് ലിസ്റ്റിൽ നിന്ന് കിട്ടിയില്ല എന്നല്ല. നിങ്ങളുടെ സിവിൽ സർവീസിനകത്ത് എഴുതുന്നവര് എത്ര പേര് എഴുതുന്നത്? മുഴുവൻ പേർക്കും കിട്ടുമല്ല. നിങ്ങൾ MAക്കോ MCOമിനോ ഡിഗ്രിക്കോ അപേക്ഷ അയക്കുന്നു. നിങ്ങളുടെ ലിസ്റ്റിനകത്ത് 1000 പേര് കാണും. നിങ്ങൾക്ക് 200 പേർക്കേ കിട്ടൂ. അപ്പൊ PSC ലിസ്റ്റിനകത്തുള്ള ഒരൊറ്റ വേക്കൻസി, നിലവിലുള്ള ഒരൊറ്റ വേക്കൻസി പോലും കാര്യം ഇടുന്നില്ല. എന്നാൽ ചില മേഖലയിൽ കൂടുതൽ പോസ്റ്റ് ഉണ്ടായി. ഉദാഹരണത്തിന് എനിക്ക് ചുമതലയുള്ളതാണ് KSFE, ഫിനാൻസിന്റെ ആണല്ലോ. KSFEയിൽ കുറേയേറെ പോസ്റ്റ് പുതുതായി ക്രിയേറ്റ് ചെയ്തു. ഇന്ന് കേരളത്തിൽ ഏറ്റവും ഉയർന്ന സേവന വേതന വ്യവസ്ഥ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. എല്ലാവർക്കും അതുകൊണ്ട് കമ്പനി ലോ ബോർഡ് എഴുതിയവർക്കെല്ലാം KSFE വരണമെന്നാണ് ആഗ്രഹം. KSFEയില് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ എന്നോട് എല്ലാവരുടെയും MLA-മാരുടെ അവർ പോയി പറയല്ലോ, ഒരു 300 പേരെയെങ്കിലും എടുക്കണം, വേക്കൻസി എടുക്കണം. അന്നേരം അവർക്കൊക്കെ കിട്ടും. 3000-ലധികം ആളെ എടുത്തത് കഴിഞ്ഞ 4 വർഷം കൊണ്ട് KSFEയില്. കാരണം അവിടെ പുതിയ ബ്രാഞ്ചുകളും പുതിയ ബിസിനസ്സും വരുന്നു. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യവും ഇത്ര ആവശ്യമില്ലെങ്കിൽ അത്രയും എടുക്കാൻ പറ്റത്തില്ല. ആവശ്യമുള്ളതാണ് എടുക്കുന്നത്. അതുകൊണ്ട് PSCക്കകത്ത് ആളെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഉള്ള വേക്കൻസിക്ക്. എന്നാൽ ചില മേഖലയിൽ പുതുതായിട്ട് വരും. ഏറ്റവും കൂടുതൽ ഇപ്പൊ പോലീസിന്റെ ആയാലും പിന്നെ എക്സൈസിലും കഴിഞ്ഞതായിട്ട് കമ്പാരിസണില്ല. അന്ന് ഉണ്ടായിരുന്നതിന് അതാണ് എടുക്കുന്നത്. അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ PSC മേഖല എന്നൊക്കെ ഉള്ളവർ വരുന്നതിനകത്ത് പരമാവധി എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യിക്കാനും അത്യാവശ്യമുള്ള പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫിന്റെ കാര്യത്തില്, ഇപ്പം ഫുഡ് ലാബിന്റെ, അതുപോലെ ഫോറൻസിക്, ഹെൽത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തിട്ടുള്ളത്. ഹെൽത്ത് ഇപ്പൊ കൊല്ലത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജില് വളരെ സ്കെൽട്ടൻ എല്ലാം ഉള്ളായിരുന്നു പോസ്റ്റ്. 1000 പോസ്റ്റാണ് ഇപ്പോൾ. ഒരു മെഡിക്കൽ കോളേജ് വന്നാൽ 1000 പോസ്റ്റെങ്കിലും വരും. ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞതിന്റെ കമ്പാരിസൺ ഇല്ല. എത്ര പേര് സർക്കാരിൽ നിന്ന് ഒഴിയുന്നു, റിട്ടയർ ചെയ്യുന്നു, അത്രയാണ് എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ഈ 2 ടേമായിട്ട് ഇത്രയധികം എടുത്തിട്ടുണ്ട്.
ഞാൻ ഈ വാസ്തവത്തിൽ ഇന്ന് രാവിലെ തൊട്ട് നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളിപ്പോൾ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നും വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇന്നലെയൊക്കെ സ്ഥാനാർത്ഥികൾ, ഇവിടുത്തെ പുതിയ സ്ഥാനാർത്ഥികളെ പറ്റിയൊക്കെ വാർത്ത വരുന്നു എന്നുള്ളത് ഞാൻ കേട്ടു. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചിട്ട് ഞാൻ വായിക്കാൻ പറ്റിയില്ല. വാസ്തവത്തിൽ അവിടെ 1-2 പരിപാടിയായിരുന്നു. ഇല്ല, അങ്ങനെ നമ്മളിപ്പം ഈ നേരത്തെയുള്ള പല കാര്യങ്ങളും ഇപ്പൊ പറയേണ്ടതില്ല. പക്ഷെ ഞാൻ ഈ പോസ്റ്റ് വായിച്ചിട്ടില്ല. വായിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് വിശദമായിട്ട് വേണം സംസാരിക്കണം. ഈ ഡോക്ടർമാരുടെ കാര്യത്തിനകത്ത് ആരോഗ്യവകുപ്പ് ഇടപെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ഡോക്ടർമാർ ഈ സമരത്തിനകത്ത് ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, സമരം വന്നിട്ട് 2 കാര്യങ്ങളിൽ അവർ പറഞ്ഞു. ആ ഒറ്റ കാര്യം തീർത്താമതെന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു. രണ്ടാമത്, കഴിഞ്ഞ നിയമസഭാ സമ്മേളനം ചേരുന്നതിനിടയ്ക്ക് ഫൈനാൻസ് സെക്രട്ടറിയും ഹെൽത്ത് സെക്രട്ടറിയും പ്രത്യേകമായി മീറ്റിംഗ് വന്നിരുന്ന് തീർത്ത് ഈ കാര്യങ്ങളെടുത്ത് വളരെ അർജന്റായിട്ട് ആ കാര്യം എടുത്തുകൂടിയാണ് ഈ ഹയാത്ത് സ്റ്റാർട്ടപ്പ് എല്ലാം കൊടുത്തത്. അപ്പോൾ പരസ്പരം ഒരു വിശ്വാസം ഉണ്ടല്ലോ. അവർ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ അടിയന്തര പ്രശ്നം. പിന്നെ അടുത്ത ശമ്പള കമ്മീഷൻ വന്നു. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ തീരുമാനിക്കാൻ ചർച്ച ചെയ്യാം. പക്ഷെ അപ്പോഴേക്കും ഞങ്ങള് ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ് ആണല്ലോ. ജെന്റിൽമാൻ ഓർ ജെന്റിൽ വുമൻ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു എഗ്രിമെന്റ് ആണല്ലോ. പരസ്പര ധാരണ ഉണ്ടാക്കുക. ആ ധാരണയുടെ സ്ഥാനത്ത് ഒരു ധാരണയായി തീർന്നു കഴിയുമ്പം വീണ്ടും അങ്ങനെ പോകുക എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഗവൺമെന്റാണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെ അല്ലേ, സമരം ചെയ്യുന്നവരുടെയും കൂടെ അല്ലേ ഗവൺമെന്റ്, പത്രത്തിൽ ഞങ്ങൾക്ക് എതിരായി എഴുതുന്നവരുടെയും കൂടെ അല്ലേ ഈ ഗവൺമെന്റ്, നിങ്ങളുടെയും എന്റെയും നമ്മുടെ എല്ലാം കൂടെ അല്ലേ ഗവൺമെന്റ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗവൺമെന്റിന്റെ ഒരു ചുമതല ഇപ്പൊ വഹിക്കുന്നു എന്നല്ലാതെ ഞങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യം സംരക്ഷിക്കേണ്ടവരാണെന്ന ബോധത്തിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് താല്പര്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ വന്ന് കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെ ഓപ്പറേഷൻ നടത്തുന്നത് ഡോക്ടറുടെ ഉത്തരവാദിത്വമാണ്, പ്രൈമറിലി നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ്. അതാണ് 2 കാര്യങ്ങൾ നമ്മൾ തീർത്തതിനെ പറ്റി ഞാൻ പറഞ്ഞത്. ഞാൻ ആരുമായിട്ട് ഒരു തർക്കമോ അവർക്കെതിരെ ഒരു പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും അവർ ചെയ്യുന്നതിനെ പറ്റി ഒന്നും വേറെ പറയാനില്ല. പക്ഷെ അവർ ചെയ്യുന്നതിനെ പറ്റി ഗൗരവമായി അവർ തന്നെ ചിന്തിക്കണം. കാരണം അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് രോഗികളുടെ ഓപ്പറേഷൻ ചെയ്യാതല്ല ചെയ്യേണ്ടത്. എനിക്കിത് ഇത്രയും ഞാൻ പറയുന്നത്, 2 തവണ ആ ചർച്ചകളിൽ ഇടപെട്ടിട്ട് അവർ പറഞ്ഞ ഡിമാൻഡ് തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതനുസരിച്ച് വർധന കൊടുക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ചർച്ച ചെയ്ത് അടുത്ത ദിവസം രാവിലെ തന്നെ ഫയൽ വന്ന് അന്ന് തന്നെ ഇത് അംഗീകരിച്ച് കൊടുത്തതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ സമരം അവിടെ തീരുമെന്നല്ലേ കരുതുന്നത്. വീണ്ടും 3-4 ദിവസം കഴിയുമ്പോൾ സമരം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്, ദുഃഖകരമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേ ഉള്ള അഭിപ്രായം. നമ്മള് സാധാരണഗതി നമ്മുടെ ഡയറക്റ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും ഡയറക്റ്റ് അല്ലാത്ത നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലെയും ബോർഡ് പോലെയും ഒക്കെയുള്ള ക്ഷേമനിധി ബോർഡ് പോലെയൊക്കെ സംവിധാനങ്ങളുണ്ട്. വാസ്തവത്തിൽ അവിടെയൊക്കെ അവരുടെ റിസോഴ്സ്, അവർക്ക് കൊടുക്കുന്ന ഗ്രാന്റ്, അതിന്റെ റിസോഴ്സിൽ നിന്നാണ് അവർ കാര്യങ്ങൾ കണ്ടെത്തിപ്പോകേണ്ടത്. എന്നാൽ ചില സമയത്ത് അതൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അത്തരം സ്ഥാപനങ്ങൾക്ക് ഇടയ്ക്കൊരു സ്പെഷ്യൽ ലോൺ ആയിട്ടോ സ്പെഷ്യൽ ഗ്രാന്റ് ആയിട്ടോ സ്പെഷ്യൽ അലവൻസ് ആയിട്ടോ കൊടുക്കാറുണ്ട്. ഈ സ്പോർട്സ് കൗൺസിലിനും അങ്ങനെ കൊടുക്കാറുണ്ട്. ഇപ്പോഴും വലിയ ഡയറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ, ഡിപ്പാർട്ട്മെന്റ് പോലെ അല്ല, അങ്ങനെ ആവാൻ പറ്റത്തുമില്ല. കാരണം പല സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം ഗ്രാന്റ് കിട്ടുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട്. ഗ്രാന്റ് എല്ലാ പ്രാവശ്യം പരിഷ്കരിക്കാറുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ഗ്രാന്റിനേക്കാളും ഇപ്രാവശ്യം ഒരു 5 to 10% പലതിലും വർദ്ധിച്ചിട്ടുണ്ടാവും. ഈ നോൺ പ്ലാനൊക്കെ വെക്കുമ്പോൾ കാരണം നമ്മുടെ ബഡ്ജറ്റ് സൈസ് വർദ്ധിക്കില്ലേ, പ്ലാൻ സൈസും വർദ്ധിക്കും. അതനുസരിച്ചിട്ട് എല്ലായിടത്തെയും ഗ്രാന്റ് കൂടും. ഗ്രാന്റ് കൂടുന്നതിനേക്കാളും ചിലവ് ചിലടത്ത് വരുന്നുണ്ടാവും. അപ്പൊ നമ്മളൊരു പിന്നെ ചിലപ്പോൾ ഒരു ലോൺ പോലായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഗ്രാന്റ് പോലായിരിക്കും. അങ്ങനെ കൊടുക്കാറുണ്ട് ഈ സ്ഥാപനങ്ങൾക്ക്. ചില സ്ഥാപനങ്ങൾ പിന്നെ അവരുടെ ഒരു മാനേജ്മെന്റിന്റെ എല്ലാം ഭാഗമായിട്ട് അവർ ചിട്ടപ്പെടുത്തിക്കൊണ്ട് നന്നായി പോകുന്നുണ്ട്. ചിലയിടത്ത് ഈ പ്രശ്നമുണ്ട്. പക്ഷെ പരമാവധി കുറച്ച് നമ്മുടെ ഒരു സഹായം എന്ന നിലയിൽ നമ്മൾ പോകും. ഇപ്പൊ ലൈബ്രറി കൗൺസിൽ സ്വതന്ത്രമായ ഒരു സ്ഥാപനം, അവിടെ ഒരു ശമ്പളം അല്ലല്ലോ. ലൈബ്രറിയന്മാർക്ക് ധാരാളം ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയന്മാർക്ക് ഇപ്രാവശ്യം നമ്മൾ ലൈബ്രറിക്ക് ആകെ ഒരു 5 കോടി എക്സ്ട്രാ കൊടുത്തു. കാരണം ലൈബ്രറിയന്മാരുടെ പിന്നെ അലവൻസ് അവരാ കൊടുക്കുന്നത്. നമ്മളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അപ്പൊ ലൈബ്രറി കൗൺസിലിന് കുറച്ച് പണം നമ്മൾ അധികം കൊടുക്കും. ഇങ്ങനെ നമ്മൾ കൊടുക്കും. അല്ലാതെ ഈ നാട്ടിലെ സർക്കാർ ജീവനക്കാര് പെൻഷൻകാരും ഒരു 10 ലക്ഷത്തിലധികമുള്ള ആളുകൾക്ക് പകരം മുഴുവനും കാര്യങ്ങൾ സർക്കാർ ഡയറക്റ്റ് അല്ല, അതിന്റെ സിസ്റ്റം അങ്ങനല്ല. എന്നാലും ഇതുപോലുള്ള മേഖലയിലൊക്കെ പരമാവധി നമ്മൾ സഹായിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു സന്തോഷം, ആശ്വാസം പൊതുവിലുള്ളത്. ഒറ്റപ്പെട്ടതല്ലാത്ത പരാതികളില്ല. എനിക്ക് തോന്നുന്നു അവരുടെ വന്നിട്ട് നമ്മൾ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. എനിക്കിപ്പോൾ അതിന്റെ ഓർമ്മയില്ല. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഇത്തരം കാര്യങ്ങൾ വരാറുണ്ട്. സ്പോർട്സ് കൗൺസിലിന്റെ മാത്രമല്ല, വേറെ ഏതുണ്ട്. നിങ്ങൾ സ്പോർട്സ് കൗൺസിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് പറയുന്നതിനേക്കാളും അധികം നമ്മളെ പിടിച്ച് ഞെരുക്കുന്നുണ്ട് സെന്റർ. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഫൈനൽ ലീൻ കിട്ടാനുള്ള ബോറോയിങ്ങിന്റെ ഒക്കെ കാര്യം, അതിന്റെയൊക്കെ കാര്യങ്ങളും അവിടുന്ന് കിട്ടാനുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും വരുന്നുണ്ട്.
അതിന്റെ അതിനാരും ഒരു പ്രത്യേക ഗ്രാന്റ് തരുന്നതിന് ആരും പറയുന്നില്ല. കേന്ദ്രം കുറയ്ക്കുന്നത്. ഇത് നമ്മളിങ്ങനെ നോക്കും, ഓരോ മേഖലയും കൊടുത്ത് നോക്കും. കുറച്ച് ഇപ്പോൾ നടക്കുന്ന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർമാരെ ഒരു ചർച്ചയ്ക്ക് കൂടി വിളിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇല്ല, ആരോഗ്യവകുപ്പാണ് അത് ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ അവരാണ് നോക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പലതവണ സംസാരിച്ചത്. ഞാൻ പറഞ്ഞില്ല, എന്നോട് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവരെ വിളിച്ചു, അസംബ്ലിയുടെ അവിടെ പ്രത്യേക യോഗം വിളിച്ചു, ഈ പ്രശ്നം തീർക്കാനായിട്ട് ശ്രമിച്ചു. അതെല്ലാം നടന്നതാണ്. അപ്പോൾ ഒരു കാര്യം തീർന്നു കഴിയുമ്പോൾ രണ്ടാമതൊരു കാര്യം പറഞ്ഞു, രണ്ടാമതൊരു കാര്യം തീർന്ന് എല്ലാം തീർന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് വീണ്ടും ഇങ്ങനെ വരുന്നത്. അതൊരു ഒരിക്കലും ഒരു സമരത്തിന്റെ നിയമത്തിൽ പോലും ശരിയല്ല. അല്ല, ഈ സമയത്ത് ഇങ്ങനെ പറയുമ്പം അതിനകത്ത് അല്പം വേറെ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് സമയം ആകുമ്പോഴത്തേക്ക് ഒത്തുതീർപ്പായി തീർന്നൊരു കാര്യം വീണ്ടും വീണ്ടും പോകുന്നത് ശരിയായ കാര്യമല്ല. ട്രഷറിയില് പിന്നെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ് ആൻഡ് മീൻസ് ക്ലിയറൻസിന്റെ ഒരു സിസ്റ്റം എപ്പോഴും ഉള്ളതാണ്. പേയ്മെന്റിന്റെ സീലിംഗ് നേരത്തെ ഒരു സീലിംഗ് 10 ലക്ഷം ഉണ്ടല്ലോ. പക്ഷെ ഈ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ചില കാര്യത്തിനൊന്നും ഒരു നിയന്ത്രണമില്ല. ഇപ്പം ആശുപത്രി, SC/ST മേഖല, അല്ലെങ്കിൽ പൊതുവില് മരുന്ന് മേടിക്കുന്നത്, ശമ്പളം ഒരു സ്ഥലത്തേക്ക് ഉള്ളതിനില്ല. മറ്റേതൊക്കെ വലിയ പ്ലാനിലെ വലിയ പേയ്മെന്റിന്റെ ഒക്കെ പറയുന്നത്, അല്ലാതൊന്നുമില്ല. കോൺട്രാക്ടർമാർക്കും പഴയതുപോലെ ഒന്നും കിട്ടുന്നില്ലെന്ന് വരാതില്ലോ. 6 മന്ത്സിന് BDS ആണ്. BDS എന്ന് പറഞ്ഞാൽ ചെറിയൊരു പലിശ, അതിന്റെ പകുതി സർക്കാരും പകുതി അവരും കൊടുക്കും. എന്ന് പറഞ്ഞാൽ 2.5% അവർക്കാവും. അത് അപ്പോഴേ BDS കൊടുക്കും. അപ്പൊ അങ്ങനെ സിസ്റ്റം ഉണ്ട് നമുക്ക്. അത് ഒരു സീനിയോറിറ്റിയും സ്ട്രീം ലൈനിങ് ഉണ്ടാവും, അല്ലാതൊരു കാര്യമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ആ ട്രഷറി സംവിധാനത്തിൽ അത് നോക്കുന്നതാണ്. ഓക്കെ.